പാകിസ്ഥാന്റെ ഭീകരതയ്ക്കെതിരെ ഇന്ത്യ ലോക രാജ്യങ്ങളെ കാര്യങ്ങൾ ധരിപ്പിക്കാൻ പോവുകയാണ്. അങ്ങനെ ധരിപ്പിക്കാൻ പോകുന്ന സംഘത്തെ നയിക്കാൻ പോകുന്നത് ശശി തരൂർ MP ആണ്. അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. ശശി തരൂർ MP അക്കാര്യം അദ്ദേഹം അത് സമ്മതിച്ചിട്ടുമുണ്ട്. അദ്ദേഹമായിരിക്കും ഈ സംഘത്തെ നയിച്ചുകൊണ്ട് വിദേശ രാജ്യങ്ങളിലേക്ക് പോവുക. മിക്കവാറും അമേരിക്ക സന്ദർശിക്കുന്ന സംഘത്തിലായിരിക്കും ശശി തരൂർ MP ഉണ്ടായിരിക്കുക. ശ്രീ MS വേണുഗോപാൽ, ഇപ്പോൾ സർക്കാർ എടുത്തിരിക്കുന്ന ഈ തീരുമാനത്തെ എങ്ങനെ കാണുന്നു? അതോടൊപ്പം തന്നെ തരൂർ ഇക്കാര്യത്തിൽ പൂർണ്ണമായിട്ടും കേന്ദ്ര സർക്കാരിനൊപ്പമാണല്ലോ. അദ്ദേഹം ഒരു ഉപാധിയും മുന്നോട്ട് വെക്കുന്നില്ല ഇക്കാര്യത്തിൽ. അത് കോൺഗ്രസിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടോ? ശശി തരൂർ പറഞ്ഞ കാര്യം എന്താണെന്ന് നമ്മൾ ആദ്യം ശ്രദ്ധിക്കണം. അദ്ദേഹം പറഞ്ഞത് I am with the people of India and under the flag of India and along with the nation. ഇതാണ് പറഞ്ഞ അദ്ദേഹം. ഞാനിവിടുത്തെ സെൻറ്റൻസിൽ എന്തെങ്കിലും ചെറിയ വ്യത്യാസം ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. ആശയം ഇത്രയേ ഉള്ളൂ. ഞാൻ ഈ രാജ്യത്തെ ജനങ്ങൾക്കൊപ്പം നിൽക്കുന്നു, ഈ രാജ്യത്തെ ഫ്ലാഗിന് കീഴിൽ നിൽക്കുന്നു, ഈ ദേശത്തിനൊപ്പം നിൽക്കുന്നു. ഇതാണ് പ്രതിപക്ഷവും ഭരണപക്ഷവും ആരായാലും ഇത്തരമൊരു സിറ്റുവേഷനിൽ എടുക്കേണ്ട പ്രധാന നടപടി. ഞാൻ ജനങ്ങൾക്കൊപ്പം നിൽക്കുന്നു പറഞ്ഞാൽ അതിൻ്റെ ഒരുപാട് അർത്ഥമുണ്ട്. ഈ രാജ്യത്തെ ജനങ്ങൾ മുഴുവൻ ഈ സന്ദർഭത്തിൽ ഈ സർക്കാരിനൊപ്പം നിന്ന് നമ്മുടെ ശത്രുവിനെ നേരിടുക എന്നുള്ള ഒരൊറ്റ ലക്ഷ്യം മാത്രമാക്കിയാണ് മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ്. അതുപോലെ തന്നെ എൻ്റെ ഫ്ലാഗിൻ്റെ കീഴിൽ നിൽക്കുന്നു എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ഞാൻ ഈ പൂർണ്ണമായും ഈ ദേശസ്നേഹി എന്നുള്ള നിലയ്ക്ക് നിൽക്കുന്നു എന്നുള്ളതാണ്. അതിപ്പോൾ കോൺഗ്രസിനപ്പോൾ ദേശസ്നേഹം ഇല്ലെന്നാണോ? അല്ല, അത് അദ്ദേഹം പിന്നെ കോൺഗ്രസ് വിമർശിക്കുന്നതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്റ്റാൻഡ് ക്ലിയർ. അദ്ദേഹത്തിനോട് പത്രക്കാർ ചോദിക്കുകയാണ്, താങ്കൾ എന്ത് നിലപാടാണ് എടുത്തത്? അപ്പോഴാണ് അദ്ദേഹം പറഞ്ഞത്, കോൺഗ്രസ് താങ്കളെ വിമർശിക്കുന്നുണ്ടല്ലോ, അതിനെന്ത് നിലപാടാണ് താങ്കൾക്കുള്ളതെന്ന് ചോദിച്ചാൽ പറഞ്ഞത്, ഞാൻ ഇതാണ് ചെയ്തത്, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, ഞാൻ കോൺഗ്രസിനൊപ്പം തന്നെയാണ്, കോൺഗ്രസ് എടുത്ത തീരുമാനം തന്നെയാണ് ഞാനും നടപ്പിലാക്കുന്നത്, ഈ സർക്കാരിനെ ഈ സന്ദർഭത്തിൽ അനുകൂലിക്കുക എന്നുള്ളതാണ് എൻ്റെ കടമ, അതിന് ഞാൻ ഈ നാട്ടിലെ ജനങ്ങൾക്കൊപ്പം നിൽക്കുന്നു, ഈ കൊടിക്ക് കീഴിൽ നിൽക്കുന്നു, ഈ രാജ്യത്തിനൊപ്പം നിൽക്കുന്നു എന്നുള്ളതാണ്. ഇനി രണ്ടാമത്തെ ചോദ്യം, ഇത് നയിക്കാൻ അദ്ദേഹം അർഹനാണോ എന്നുള്ളതാണ്. രണ്ട് കാര്യങ്ങളെല്ലാം അദ്ദേഹം അർഹനാണ്. ഒന്ന്, അദ്ദേഹം വിദേശകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം ഇത്രയും നാൾ നടത്തി വന്നിരുന്ന പ്രവർത്തനം ശ്ലാഘനീയമായതുകൊണ്ട് അദ്ദേഹം ഇത് നയിക്കാൻ യോഗ്യനാണ്. രണ്ടാമത്തെ പ്രധാന കാരണം, വിശ്വപൗരൻ എന്നുള്ള ഒരു പേര് അദ്ദേഹത്തിന് ലഭിച്ചിരിക്കുന്നത് 25 വർഷം UN പ്രവർത്തിക്കുകയും അണ്ടർ സെക്രട്ടറി ജനറലായിട്ട് അവിടുന്ന് റിട്ടയർ ചെയ്ത് പോരുകയും UN സെക്രട്ടറി ജനറലിൻ്റെ സ്ഥാനത്തേക്ക് അദ്ദേഹത്തിനൊരു പ്രൈമറി മത്സരത്തിൻ്റെ കോപ്പ് കൂട്ടാനുള്ള അവസരം കിട്ടുകയും ചെയ്ത ആളെന്നുള്ള നിലയ്ക്ക് അദ്ദേഹം തീർച്ചയായിട്ടും ഈ ഡെലിഗേഷനെ നയിക്കാൻ 100% യോഗ്യനാണ്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഒരുപക്ഷെ നമ്മുടെ ഒഫീഷ്യൽ സ്പോക്സ്മാൻ പറയുന്നതിനേക്കാൾ ക്ലിയറായിട്ടാണ്, വളരെ ഓതൻറ്റിസിറ്റിയോട് കൂടിയാണ്, വളരെ രാജ്യസ്നേഹത്തോടു കൂടിയാണ് അദ്ദേഹം ലോകത്തിന് മുമ്പ്. പക്ഷെ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ കോൺഗ്രസിന്റെ നിലപാടിന് വിരുദ്ധമാണ്. കോൺഗ്രസ് ശരിയാണ്, കോൺഗ്രസ് രാജ്യത്തോടൊപ്പമാണ് ഈ വിഷയത്തിൽ. പക്ഷേ കോൺഗ്രസിന് കുറേയേറെ ചോദ്യങ്ങൾ ഇക്കാര്യത്തിൽ കേന്ദ്ര സർക്കാരിനോടുണ്ട്. അതാണല്ലോ ശ്രീ അനിൽ ബോസ് പറയുന്നത്. തുടക്കം മുതൽ തന്നെ അങ്ങനെയാണ്. പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം മുതൽ ഓപ്പറേഷൻ സിന്ദൂരിന്റെ വിജയത്തിന് ശേഷവും. പക്ഷെ തരൂരിന് ആ ചോദ്യങ്ങളില്ല. തരൂരിന് ആ ചോദ്യം ഇപ്പോൾ ചോദിക്കാൻ പാടില്ലല്ലോ. അദ്ദേഹം പറഞ്ഞു പാർലമെന്റ് കൂടണം എന്ന് പറയുന്നത് ഞാൻ യോജിക്കുന്നു. പക്ഷേ പാർലമെന്റ് കൂടണം എന്ന് പറഞ്ഞതുകൊണ്ട് നമുക്ക് എല്ലാ ചോദ്യങ്ങളും ഇപ്പം തെരുവിൽ നിന്ന് ചോദിക്കേണ്ട കാര്യമില്ലല്ലോ. പാർലമെന്റ് കൂടുമ്പോൾ അത് വിശദീകരിക്കുമല്ലോ. ആ വിധത്തിൽ പിന്നെ അതിന് മുമ്പായിട്ട് സർവകക്ഷി യോഗം നടന്നില്ലേ, അവിടെ എക്സ്പ്ലനേഷൻ ഉണ്ടായില്ലേ? അന്ന് ഇവർക്ക് വേണമെങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾ ചോദിക്കാമായിരുന്നു. ഇപ്പോൾ പ്രധാനമന്ത്രി തന്നെ വന്ന് മീറ്റിംഗ് നടത്തണം എന്ന് ശഠിക്കുന്നത് അദ്ദേഹം ഈ ഒരു സന്ദർഭത്തിൽ ലോകരാഷ്ട്രങ്ങളിലെ നേതാക്കളുമായിട്ട് സംസാരിക്കണോ അതോ നമ്മുടെ പ്രതിപക്ഷമായിട്ട് സംസാരിക്കണോ? ഈ സന്ദർഭത്തിൽ നമ്മളെല്ലാവരും ഒന്നിച്ചു നിന്ന് നമ്മുടെ പ്രധാനമന്ത്രിക്ക് ലോകരാഷ്ട്രങ്ങളുമായി സംസാരിക്കാനും ഇതിലൊരു അഭിപ്രായം സ്വരൂപിക്കാനും ഉള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുകയാണ് വേണ്ടത്. അല്ലാതെ അദ്ദേഹത്തിൻ്റെ ശ്രദ്ധ മറ്റൊരു വിഷയത്തിലേക്ക് കൊണ്ടുപോവുകയല്ല വേണ്ടത്. അപ്പോൾ ഇവിടെ പിന്നെ അത് മാത്രമല്ല, ഇത് വളരെ പ്രൊഫഷണലായിട്ടാണ് ആ പ്രോഗ്രാം കംപ്ലീറ്റ് ഓർഗനൈസ് ചെയ്തിരിക്കുന്നത്. ആര് സംസാരിക്കണം എന്നുള്ളത്, ഈ പ്രധാനമന്ത്രി അല്ലല്ലോ നമ്മുടെ ജനത്തെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചത്. അദ്ദേഹം അവസാനമായിട്ട് ഈ വെടിനിർത്തൽ പ്രഖ്യാപിച്ചത് കഴിഞ്ഞതിന് ശേഷമാണ് അദ്ദേഹം സംസാരിച്ചത്. അതിന് മുമ്പ് വരെ സംസാരിച്ചത് നമ്മുടെ 3 സേനാ വിഭാഗങ്ങളുടെയും ഡെസിഗ്നേറ്റഡ് ആൾക്കാർ മാത്രമാണ് സംസാരിച്ചത്. അതുപോലെ തന്നെ വിദേശകാര്യ സെക്രട്ടറിയാണ് സംസാരിച്ചു കൊണ്ടിരുന്നത്. ഈ വിക്രം മിശ്രയാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഇതെല്ലാം വളരെ പ്രൊഫഷണലായിട്ടാണ് കേന്ദ്ര ഗവൺമെൻറ് നടപടി സ്വീകരിച്ചിരുന്നത്. അതിൽ എന്തെങ്കിലും തെറ്റുണ്ടെന്ന് നമ്മൾ ആധുനിക ലോകത്തെ ഒരു സിസ്റ്റം ഫങ്ഷൻ ചെയ്യേണ്ടത് എങ്ങനെയാണോ ആ രീതിയിലാണ് ഫങ്ഷൻ ചെയ്തിട്ടുള്ളത് ഇന്ത്യ. ഇന്നലകളിൽ ചിലപ്പം പിന്നെ പ്രധാനമന്ത്രി പറഞ്ഞു കാണും, ആഭ്യന്തരമന്ത്രി പറഞ്ഞു കാണും, പ്രതിരോധ മന്ത്രി പറഞ്ഞു കാണും. പക്ഷേ അതിനേക്കാൾ ഓതൻറ്റിക് ആയിട്ടുള്ളത് ഇന്ത്യ ഗവൺമെൻറ്റിന് ഈ സന്ദർഭത്തിൽ ഒരു പക്ഷപാതമില്ലാതെ രാഷ്ട്രീയ സങ്കുചത്വമില്ലാതെ പറയാൻ പറ്റിയ
ഇന്ത്യയുടെ ഒഫീഷ്യൽ ടീമിനെയാണ് അവിടെ പ്രൊഫഷണലായിട്ട് ഇത് ചർച്ച ചെയ്യാനായിട്ട് കൊണ്ടുവന്നത്. അതിലെന്തെങ്കിലും തെറ്റുണ്ടെന്ന് ആർക്കും ചൂണ്ടിക്കാട്ടാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പ്രതിപക്ഷത്തിൻ്റെ റോള് പ്രതിപക്ഷം എടുത്തോ എന്ന് സ്വയം ആലോചിക്കേണ്ടതാണ്. കാരണം പാകിസ്ഥാൻ പലപ്പോഴും നമ്മുടെ പ്രതിപക്ഷ കക്ഷികൾ പറഞ്ഞ ആ നാവാണ് അവരുടെ നാവായിട്ട് ഉപയോഗിച്ചത്. അപ്പോൾ നമ്മുടെ രാജ്യം ഒരു പ്രതിസന്ധിയിൽ നിൽക്കുമ്പോൾ ഞാൻ പറയുന്നത് എതിരാളി ഉപയോഗിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞത് രാജ്യദ്രോഹമായിരിക്കും എന്നുള്ളതിന് സംശയമില്ല. തരൂരിനെ ഇപ്പോൾ ഈ സംഘത്തിന്റെ തലവനായിട്ട് നിയമിക്കുമ്പോൾ അതിനൊരു സന്ദേശം കൂടിയുണ്ട്. ഇവിടെ പ്രതിപക്ഷവും ഭരണപക്ഷവും ഒറ്റക്കെട്ടാണ് എന്നുള്ള സന്ദേശം നൽകാം. അത് മറ്റൊരു രാഷ്ട്രീയം BJP കളിക്കുന്നതായിട്ട് തോന്നുന്നുണ്ട്. അതിൽ പിന്നെ യഥാർത്ഥത്തിൽ അത് വലിയൊരു സ്റ്റേറ്റ്സ്മാൻഷിപ്പാണ് കാണിച്ചിരിക്കുന്നത്. അത് ഈ സർക്കാരിൻ്റെ ഒരു വലിയ മഹാമനസ്കതയായിട്ടാണ് കാണേണ്ടത്. ഈ സമയത്ത് പ്രതിപക്ഷത്തിൻ്റെ ആളായി വന്നിരിക്കുന്ന നമ്മുടെ വിദേശകാര്യ പാർലമെൻ്ററി കമ്മിറ്റിയുടെ ചെയർമാൻ ആ ഡെലിഗേഷനെ നയിക്കുന്നു എന്ന് പറയുന്നത് പണ്ട് ജവഹർലാൽ നെഹ്റു നമ്മുടെ വാജ്പേയിയെ UN-ലേക്ക് അയച്ചതുപോലെയുള്ള ഒരു മഹത്തായ ഒരു നടപടിയാണ് അതുണ്ടായിരിക്കുന്നത്. ആ നടപടി തികച്ചും ശ്ലാഘനീയമാണ്. അതുമാത്രമല്ല, അദ്ദേഹത്തിന് ഇത്രയും നാൾ വിദേശ രാഷ്ട്രങ്ങളുമായി ബന്ധപ്പെട്ട് നിന്നതുകൊണ്ട് അദ്ദേഹത്തിന് വളരെ വ്യക്തമായി അറിയാം ഇപ്പോൾ നമ്മുടെ വിദേശകാര്യമന്ത്രി ശ്രീ ജയശങ്കർ എങ്ങനെ സംസാരിക്കുന്നു, ഏതാണ്ട് അതേ തലത്തിൽ സംസാരിക്കാനും ചിന്തിക്കാനും അദ്ദേഹത്തിന് രാഷ്ട്രത്തിന് വേണ്ടി ചെയ്യാൻ കഴിയുന്ന ഒരാളാണ് അദ്ദേഹം സങ്കുചിതത്വം കാണിച്ചില്ലെങ്കിൽ, അദ്ദേഹം അത്തരത്തിലൊരു സങ്കുചിതത്വം, കക്ഷി രാഷ്ട്രീയ സങ്കുചിതത്വം ഇന്നുവരെ കാണിച്ചിട്ടില്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ഡെലിഗേഷൻ തീർച്ചയായിട്ടും ഇന്ത്യക്ക് ഗുണകരമാവും. അത് മറ്റ് പല രാഷ്ട്രങ്ങൾക്കുമുള്ളൊരു മെസ്സേജ് കൂടിയായിരിക്കും. ശ്രീ അനിൽ ബോസ്, അവിടെ മറ്റൊരു കാര്യം ഇവിടെ ശ്രീ MS വേണുഗോപാൽ ചൂണ്ടിക്കാണിച്ച കാര്യം നേരത്തെ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. പലപ്പോഴും ഇവിടുത്തെ പ്രതിപക്ഷത്തിന്റെ, പ്രത്യേകിച്ച് കോൺഗ്രസ് ആണല്ലോ മുഖ്യ പ്രതിപക്ഷം, അതുകൊണ്ട് കോൺഗ്രസിന്റെ നേതാക്കൾ പറയുന്ന ഓരോ കാര്യവും, കേന്ദ്രത്തിനെതിരെ പറയുന്ന ഓരോ കാര്യവും പാകിസ്ഥാൻ അവിടെ ഉപയോഗപ്പെടുത്തിയിരുന്നു. എന്തിന് കേരളത്തിലെ കോൺഗ്രസിന്റെ ഒഫീഷ്യൽ ട്വിറ്റർ ഹാൻഡിലിൽ വന്ന സന്ദേശം പോലും, കർണാടക മുഖ്യമന്ത്രിയുടെ സന്ദേശം പോലും, ഇതെല്ലാം അവിടെ ഉപയോഗപ്പെടുത്തി, പാകിസ്ഥാൻ അത് ഉപയോഗപ്പെടുത്തി. അപ്പോൾ നിങ്ങൾ അതിൽ പാകിസ്ഥാനെ നാവായി പ്രവർത്തിക്കുകയായിരുന്നു. ഇപ്പോൾ തരൂരിനെ ഈ ഡെലിഗേഷന്റെ തലവനായിട്ട് നിയമിക്കുമ്പോൾ പാകിസ്ഥാന്റെ ഭീകരത ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ തുറന്നു കാട്ടുവാൻ ഇന്ത്യ നടത്തുന്ന ശ്രമങ്ങളുടെ ആ സംഘത്തിന്റെ തലവനായിട്ട് തരൂരിനെ നിയമിക്കുമ്പോൾ ഇവിടെ ഭരണപക്ഷവും പ്രതിപക്ഷവും ഒറ്റക്കെട്ടാണെന്ന സന്ദേശം കൂടി നൽകുന്നുണ്ട്. രാഷ്ട്രം ഒറ്റക്കെട്ടാണ്. ശ്രീ അനിൽ ബോസ്, അല്ല, ഈ രാഷ്ട്രം ഒറ്റക്കെട്ടല്ലെന്ന് ആരാ പറഞ്ഞത്? നിങ്ങൾ ഇന്ന് 3 പേരുകൂടി ചർച്ച ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ എന്താണ്ട് പാകിസ്ഥാന്റെ ആൾ ഇവിടെ വന്നിരിക്കുന്ന രീതിയിലാണല്ലോ നിങ്ങൾ സംസാരിക്കുന്നത്.